കാളിമേഘസമപ്രഭാന്തരനയനമേതാളകണ്ഠസുതാം ഹദ്ഗംഘേടകപാലധാരീശ്വരകൃത്വാഗ്രേശ്വ ഭൂതപ്രേതപിശാചമാന്തസ്കൃതാമുണ്ടസ്സജാലങ്കൃതാം വന്ദേ ദുഷ്ടവസൂരികാദിവിധാം സംഹാരികാം ഈശ്വരി ഷടാധാരപങ്കൈർഹാന്തർവിരാജൽ സുഷുമ്നാന്തരാളേതി തേജോർജ്വലന്തിം വിമന്തിം സുധാമണ്ഡലം ദ്രാവയന്തിം സുധാമൂർത്തിയുടെ മഹാനന്ദരൂപ. 3 രീതികളിലാണ് ഭാരതത്തിൻ്റെ ശാസ്ത്രം അനുസരിച്ച് വരുമ്പോൾ, ഒന്ന് കർമ്മമണ്ഡലത്തിലൂടെയും പിന്നീട് ജ്ഞാനമണ്ഡലത്തിലൂടെയും ഒക്കെ വരുന്നതായ യോഗ മണ്ഡലത്തിലൂടെ. 3 മണ്ഡലങ്ങളാണ്: കർമ്മമണ്ഡലം, യോഗമണ്ഡലം, ജ്ഞാനമണ്ഡലം. ഈ 3 മണ്ഡലങ്ങളിൽ കൂടെയാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരേണ്ടത്. യോഗശാസ്ത്രം അനുസരിച്ച് യോഗയിലൂടെ 6 ചക്രങ്ങളെ ഉയർത്തിക്കൊണ്ട് ആജ്ഞാചക്രത്തിലിരുത്തി സഹസ്രാരപത്മത്തിലേക്ക് ശക്തി ഉണർത്തിയതിന് ശേഷം ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായ യോഗശാസ്ത്രം. പിന്നെ ഉള്ളത് നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന രീതിയിലുള്ള പൂജ ആദി മണ്ഡലങ്ങൾ. അതാണ് സൂര്യമണ്ഡലത്തെ സങ്കല്പിച്ചുകൊണ്ട് നെല്ല് വയ്ക്കുകയും ചന്ദ്രമണ്ഡലത്തിലെ സംബന്ധിച്ച് അരി വയ്ക്കുകയും 3 പുല്ലാണ് എന്തിനു വയ്ക്കുന്നത്, കൂർച്ചമായിട്ട് വയ്ക്കുന്നത്. ചിലർ 6 പുല്ലൊക്കെ വെക്കണം, കാരണം അതിന് ശക്തി കൂടാനാണ്. ചുമ്മാ ഒരു 3 പുല്ലേ വെക്കാവുള്ളൂ. കാരണം ഇട, പിങ്കള, സുഷുമ്ന ഈ 3 നാഡികളെ സങ്കല്പിച്ചുകൊണ്ടുള്ളതായ ഒന്ന്. പിന്നീട് മറ്റ് ചെറു നാഡികളെ സംബന്ധിച്ചൊരു വലിയ പൂജകൾ വികിരം വയ്ക്കും. വികിരം വയ്ക്കുന്നത് 3 പുല്ലോടുകൂടി തന്നെ 3 പുല്ലിന് ക്രോസ് ആയിക്കൊണ്ട് വികിരം വെക്കണം. ചില കലശങ്ങൾക്ക്, ചില പൂജകൾക്ക് വികിരം വയ്ക്കുക എന്ന് പറയും. അങ്ങനെ ഈ നാഡികളെ മുഴുവനും സങ്കല്പിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ആജ്ഞാചക്രത്തിൽ ഇവിടെയാണ് ആജ്ഞാചക്രം, അവിടെയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ പൊട്ടുവിടുന്നത്. ആജ്ഞാചക്രത്തെ മറക്കണം എന്നർത്ഥം. അത്ര ശക്തിയാണ് അവിടെ. ആ എടുത്തിരിക്കുന്നതായ ഒന്ന്, ആ ഒരു ചൈതന്യം പിന്നീട് പുല്ല് ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിച്ച് കൂർച്ചം ഒന്നാക്കണം. കൂർച്ചം ഒന്നാക്കിക്കൊണ്ട് മുകളിലേക്ക് എത്തിക്കുമ്പോൾ സഹസ്രാരപത്മത്തിലേക്ക് ആ ചൈതന്യം വർദ്ധിക്കുന്നു. ഇതാണ് പീഠം വയ്ക്കുന്നതിൻ്റെ പ്രത്യേകത. നാളികേരം വയ്ക്കുന്നതിന് പിന്നെ വേറെ എന്തെങ്കിലും ചേർത്ത്, നാളികേരം കിട്ടാത്ത പോലെ ഇത് വച്ചാൽ പറയും, ഫ്രൂട്ട്സ് വച്ചാൽ. നാളികേരം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യ ശരീരത്തിലും 60% വെള്ളമാണ്, നാളികേരത്തിലും 60% വെള്ളമാണ്. നാളികേരത്തിൻ്റെ പുറത്തും ശക്തിമായ പുറന്നുകൊണ്ട് നമുക്കും പുറന്നുകൊണ്ട് ഉള്ളിൽ മാംസളമായ ഒന്ന് നമുക്കുമുണ്ട്, നാളികേരത്തിനുമുണ്ട്. ആ ശരീരത്തിൻ്റെ പ്രതീകമായിക്കൊണ്ട് തന്നെയാണ് നാളികേരം വയ്ക്കുന്നത്. എരുതേരെ വരുന്നവർക്ക് ദുരിതരം. ശബരിമലയിൽ നമ്മൾ കെട്ടിയിറച്ചു പോകുമ്പോൾ എങ്ങനെയാണത്? ശരീരത്തിൻ്റെ സങ്കല്പം കൊണ്ട് ആത്മാവായ നെയ്യ് ഒഴിച്ച് ആ നെയ്യ് അവിടെ ചെന്നിട്ട് ആത്മാവിനെ അഭിഷേകം ചെയ്ത് തത്വത്വം അസി, ശബരിമല ശാസ്ത്രവും നമ്മളും ആയിത്തീർന്ന് പിന്നെ അവിടെ അവശേഷിക്കുന്നത് എന്താ? ആത്മാവ് സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് ശരീരമാണ്. ആ ശരീരത്തെ ഇടമുറിയൽ എന്നൊരു സങ്കല്പമുണ്ട്. ആ ചിതയിലേക്കുമ്പോൾ ഇടമുറിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയും. ഇടമുറിയുന്ന സങ്കല്പത്തിൽ തന്നെ, ഇടമുറിയുന്ന രീതിയിൽ തന്നെ തേങ്ങ പൊട്ടിച്ച് എന്തു ചെയ്യുന്നു? അഗ്നിയിൽ ഹോമിക്കുന്നു. ലോക ചരിത്രത്തെ എടുത്തു നോക്കി കഴിഞ്ഞാൽ 4 ആൾപ്പൊക്കത്തിലാണ് ഇപ്പോഴും ശബരിമലയിൽ ആജ്ഞ. ഒരില പോലും ആ ആലിന് ഇല കരിയുന്നില്ല. എന്താണ് പ്രത്യേകത? ഇതിപ്പോൾ ശക്തമായ ചൂടിൽ ഒരു തിരി കത്തിച്ചാൽ പോലും പടിതിരി കത്തും. പക്ഷേ ആ ആലില കരയാൻ്റെ കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന ലോകത്തിലെ ഒരേ ഒരു വൃക്ഷം ആൽ വൃക്ഷമാണ്. അനക്കമില്ലാതിരിക്കുന്ന ആ അവസ്ഥയിൽ ബാക്കി ഒരു ചെടിയുടെ ഇലയും അനങ്ങില്ല. എത്ര അനക്കല്ല വന്നാലും 3ഓ 4ഓ ആലിൻ്റെ ഇല സ്പന്ദനമുണ്ടായിരിക്കും, ജീവസ്പന്ദനമാണ്. കൽപ്പാന്തകാലത്ത് പ്രളയവാരിധിയിൽ ഭഗവാൻ കടന്നത് എവിടെയാണ്? ആലിലയാണ് ശയിച്ചത്. സ്വന്തം പാദം തന്നെ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ പെരുവിരലിനെ കുടിച്ചുകൊണ്ടിരിക്കുന്നതായ കൃഷ്ണൻ്റെ സങ്കല്പം. ഇത് എന്തിലേക്ക് എത്തിക്കാണ്? നിർഗുണമായ ഒറ്റ ചൈതന്യത്തിലേക്ക്. നീവാരാശുഗോത്തനി ഭീതാഭാസ്യത്തിനുമാ തസ്യാം ശിഖായാ മധ്യേ പരമാത്മാ വസ്തുത സഹരിസേന്ദ്ര സ്വക്ഷര പരമസ്വരാണ്. അവിടെ നമ്മളിതാ പൂജാവിധാനങ്ങൾ അഷ്ടദളായിട്ടിടാം, സ്വസ്തികമായിട്ടിടാം, കടുന്തുടിയായിട്ടിടാം. അപ്പോൾ അപ്പോഴത്തെ പ്രായോഗികമനുസരിച്ച് ചെയ്യുക എന്നർത്ഥം. സമയത്തിനാണ് പ്രാധാന്യം എന്നർത്ഥം. ഒരു നിമിഷം പോലും നമുക്ക് വെറുതെ കളയാനില്ല. കാരണം അടുത്ത നിമിഷം നമ്മൾ ഉണ്ടോ എന്നറിയില്ല. അങ്ങനെ പൂജാവിധാനത്തോടുകൂടി പീഠം വെച്ചതിന് ശേഷം അതാ 5 തിരികളിട്ട് കത്തിച്ച് ഗുരു, ഗണപതി മുതലായവർക്കും പീഠം വെച്ച് കഴിക്കുമ്പോൾ അവിടെ കൂർച്ചത്തിലേക്ക് ആവാഹിക്കപ്പെടുമ്പോൾ 16-ൽ ഒരംശം മാത്രം പൂജയിൽ നിന്ന് ഉദ്ദേശിച്ച് സ്വീകരിക്കുന്നു അർത്ഥം. എന്നാൽ മുഴുവൻ സ്വീകരിക്കാൻ പറ്റില്ല. ബാക്കി 16-ൽ ഒരംശത്തിൻ്റെ മുഴുവനും ലോകത്തിൻ്റെ പൂജ കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ദേഹശുദ്ധി ആത്മാരാധന കഴിയുന്ന സമയത്ത്, ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, താഴെ പോയ ആളല്ലോ ആൾ മാറിയിരിക്കുന്നുള്ളൂ. അങ്ങനെ മാറണം, നമ്മൾ ഈശ്വരനായിട്ട് മാറും. സകലവിധ ലോകത്തിലെയും ചൈതന്യങ്ങൾ മുഴുവൻ നമ്മളിലേക്ക് പ്രയോഗിക്കപ്പെടുമ്പോൾ അപ്പം തന്നെ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും.
ദേഹശുദ്ധി ആത്മാവിനെ ആ പ്രത്യക്ഷപ്പെടുന്ന ചൈതന്യത്തെ കയ്യിലിരിക്കുന്ന സാധനം കൊണ്ട് വെട്ടിക്കളയണം. അല്ലെങ്കിൽ നസ പുനരാവർത്തത, നമ്മൾ തിരിച്ചു വരില്ല, അതായിത്തീരും. നമുക്ക് കുടുംബം വേണം, കുട്ടികൾ വേണം, എല്ലാം ആയിത്തീരും. നമ്മളുടെ ഉപാസനയ്ക്ക് കൃത്യമായ രീതിയിൽ തന്നെ ഇനിയുള്ള നിമിഷങ്ങളടക്കം നമ്മൾ ദേഹശുദ്ധി ആത്മാവിനെ കഴിയുമ്പോൾ നമ്മൾ ഭൂമിയെ ടച്ച് ചെയ്യുന്നില്ല. ആ പൂപ്പൻ താടി പോലെ നടക്കാൻ സാധിക്കും. അങ്ങനെ പറന്ന് നടക്കാൻ സാധിക്കുമ്പോൾ പിന്നീട് നടത്തുന്നത് ആരാ? ഞാനാണോ? അല്ല, ഈ കേൾക്കുന്നത് നിങ്ങളാണോ? അവിടെ പിന്നെ എന്തായിത്തീരുന്നു? അവിടെ കർമ്മബന്ധാൽ വിമുച്ചത, അവിടെ കർമ്മമായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവൻ തീരുന്നു. സാധാരണ പായസം ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ 8 മണിക്കൂർ വേണമെങ്കിൽ നമ്മൾ ഉപാസനയിലൂടെ ആണെങ്കിൽ 4 മണിക്കൂറുകളോ എല്ലാം ക്ലിയറുകളോ എല്ലാം നന്നാവും. ഞാനാണോ ഉണ്ടാക്കണേ? അല്ല, നമ്മൾ ഭഗവാന്റെ ചട്ടുകം മാത്രമാണ്. ചട്ടുകത്തിൻ്റെ പ്രത്യേകതയാണ്, ചട്ടുകവും ഗുരുനാഥനാണ്. ഭഗവാന്റെ ചട്ടുകങ്ങളാണ് എല്ലാം. ഭഗവാനത് ഇളക്കുന്നു. അങ്ങനെ നിരന്തരമായ രീതിയിൽ ഉപാസനയോടുകൂടി തന്നെ അവിടെ പ്രസന്ന പൂജ ആവുമ്പോൾ സങ്കല്പേന സമർപ്പയാമി വെറുതെ എല്ലാം നമ്മൾ സങ്കല്പത്തിലേ കൊടുക്കുന്നു. ഛത്രവിധം ചാമരവിധം ഇത് സങ്കല്പത്തോടുകൂടി ഭഗവതി മുമ്പിൽ പ്രത്യക്ഷയായിക്കൊണ്ട് തന്നെ സങ്കല്പിച്ചില്ലെങ്കിൽ അതിന് ഫലമില്ല. എല്ലാം കൊടുക്കണം, വെള്ളം കൊണ്ടോ കൊടുക്കണം. അർഘ്യവിധം, ആദ്യവിധം, ആചമനവിധം. ശൈവമാണെങ്കിൽ എല്ലാം അർഘ്യവും, അതുപോലെ തന്നെ വൈഷ്ണവമാണെങ്കിൽ പാദ്യവും ഒക്കെ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് അർത്ഥം. അങ്ങനെ കൃത്യമായ രീതിയിൽ ഛത്രജാതമരാജി സർവ്വരാജോപചാരം സമർപ്പയാമി. ഒരു രാജാവിനെ എങ്ങനെ അല്ലെങ്കിൽ ഒരു രാജ്ഞിയെ എങ്ങനെ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഹോമങ്ങൾക്കുള്ള പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊരു ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ് വടക്കൻ ജില്ലയിൽ. അഗ്നേരാഭാഭ്യ പൃഥിവ്യ ഓഷധഭ്യോ അന്ന. ഗണപയോഗം കഴിക്കുന്ന സമയത്ത് മുകളിലൊരു പ്ലേറ്റ് പിടിക്കുക. ആ പ്ലേറ്റിലേക്ക് പുകയടിച്ച് കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് ജല കണികകളുണ്ടാകും. അഗ്നേരാഭാഭ്യ പൃഥിവ്യ ഓഷധഭ്യോ അന്യം. അഗ്നിയിൽ നിന്നാണ് ജലം ഉണ്ടാകുന്നത്, അഗ്നേരാഭ. ആ ജലകണികകൾ വീണ്ടും മേഘമായി പെയ്ത് കുളിരണിയിക്കാനായിക്കൊണ്ട് അമൃതവർഷിണി. പണ്ട് പാട്ടുകാരൊക്കെ അമൃതവർഷിണി രാഗത്തിൽ 2 പാട്ട് പാടാറുണ്ട് ചൂടുകാലത്ത്. അമൃതവർഷിണി രാഗത്തിൽ പാട്ട് പാടിക്കഴിഞ്ഞാൽ മഴ പെയ്യും. അപ്പം ബിഥോവൻ അടക്കം ഇന്ത്യയിൽ വന്ന് ഭാരതത്തിൽ വന്നിട്ട് ചർച്ച ചെയ്യപ്പെട്ടതാണ് അമൃതവർഷിണി രാഗം. ബിഥോവൻ പിന്നീട് അമൃതവർഷിണി രാഗത്തിൽ വിദേശങ്ങളിൽ ചൂടുള്ള സമയത്ത് പാട്ട് പാടിക്കൊണ്ട് തൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചുകൊണ്ട് ബിഥോവൻ പാട്ടുപാടി അമൃതവർഷിണി രാഗത്തിൽ മഴ പെയ്ച്ചെങ്കിൽ സംശയമൊന്നുമില്ല, ഭാരതത്തിൻ്റെ പ്രത്യേകത തന്നെ. ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമെന്നിവയുള്ളതായ ജയങ്ങൾ പരാജയങ്ങൾ എല്ലാം നാനാത്വത്തിൽ ഏകത്തിൽ തന്നെ ഭാരതാംബയുടെ മണ്ണിൽ തന്നെ ആശയപരമായ സംഘടനകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ആയുധപരമായ സംഘടനകൾ ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. ഏത് മൂർത്തികൾക്കും 2 ഭാവങ്ങളുണ്ട്. ഉഗ്രമൂർത്തമുണ്ട്, സാത്വിക ഭാവമുണ്ട്. ഉഗ്രമൂർത്തിയാണ് ശത്രുക്കളെ നശിപ്പിക്കാനും അതുപോലെ തന്നെ സാത്വിക ഭാവത്തിലുള്ളവർക്ക് എന്ത് അനുഗ്രഹ കലയും വർദ്ധിക്കുന്നതാണ്. കല എത്ര ചേത ഇതി കലശ. നമ്മൾ കുടം കൊണ്ടുപോകുന്നുണ്ട് കലശാടാൻ വേണ്ടി. അപ്പോൾ കുടാന്ന് പറയുള്ളൂ. കലശ എപ്പോഴാവണം? അവിടെ കൂർച്ചം ആവാഹിച്ച് കഴിഞ്ഞിട്ട് 64 കലകളിലൂടെ കലശത്തിലേക്ക് ആവാഹിച്ച് കഴിയുമ്പോൾ മാത്രമേ അത് കലശാവുന്നു. ഈ 64 കലകളും ഓരോ ഒറ്റ കലശാണെങ്കിലും നവകാണെങ്കിലും എന്താണെങ്കിലും ആ കലശം ഭഗവതി തന്നെയായിട്ട് അല്ലെങ്കിൽ ഭഗവാൻ തന്നെയായിട്ട് കലശപൂജ കഴിച്ച് 64 കലകളെ ആവാഹിച്ച് 64 കലകളോടെ ഭഗവതി ആക്കി തന്നെയായ ഭഗവതിയുടെ ബിംബത്തിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ മാത്രമേ എന്താവുന്നുള്ളൂ? ആ ശില ഭഗവതിയായിത്തീരുന്നുള്ളൂ. അതാണ് കലശപൂജയുടെ പ്രത്യേകത. മാവ് 2 കൂടെ ചേർന്നാൽ എന്തായി? ആത്മാവായി. അന്ന് പിന്നെ 2ആയിട്ടിടാൻ എന്താ കെട്ടിവെക്കുന്നത്? ആത്മാവ് ശരീരവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അത് സന്യാസിയായാലും സുഞ്ചി മംഗളായാലും ആരായാലും. അതാണ് ആലും മാവും കെട്ടി ഇടണം എന്ന് പറയുന്നത്. പിന്നെ കുമ്പിളിടുന്നുണ്ട്, അതിനകത്ത് അക്ഷരം നിറച്ചുകൊണ്ട് കുമ്പിൾ മുകളിൽ വയ്ക്കും. അത് ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായിക്കൊണ്ട് സദാധാരപങ്കേരുകാന്തർ അത് മുകളിൽ സഹസ്രാരപത്മത്തിൻ്റെ മുകളിൽ കലശക്കുടത്തിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ശതം ജീവ ശരദോർദ്ധമാന ശതം ഹേമന്താൻ മുതലായ മന്ത്രങ്ങളെ കൊണ്ട് ഈ ഈശ്വരനായി തീരുന്നതായ തന്ത്രി തന്നെയാണ് ഭഗവാന്റെ തലയിൽ ഈ അക്ഷരവും വിതറുന്നത്. അവിടെയും ശതംജീവ ശരദോർദ്ധമാന എന്നുള്ളതായ ധ്രുവ സൂക്തങ്ങളെ കൊണ്ട് ഭാഗ്യസൂക്തങ്ങളെ കൊണ്ട് അഭിഷേകം കഴിക്കപ്പെടുമ്പോൾ ചൈതന്യവത്തായിത്തീരുന്നതായ ഒന്ന്. അപ്പോൾ കലശപൂജ എന്ന നിസ്സാര കാര്യമല്ല എന്നർത്ഥം. പൂണൂലിൻ്റെ സങ്കല്പമായി അരയിലെ ചടയൻ്റെ കഴുത്തിലെ മാലയുടെ സങ്കല്പമായി നൂല് ചുറ്റി അവിടെ പൂണൂലിൻ്റെ സങ്കല്പമായി കഴുത്തിൻ്റെ ഭാഗത്ത് 3 ഏഴ 108 ഗായത്രി ജപിച്ച് കലശത്തിൻ്റെ പുറത്ത് ചുറ്റുമ്പോൾ എന്തായിത്തീരുന്നു? ആ കലശവും ബ്രാഹ്മണനായിത്തീരുന്നു അർത്ഥം.
അതാണ്ട് 3 അര ജപിച്ച 108 ഗായത്രി ജപിച്ച ഇതുകൊണ്ട് ചുറ്റും. ചില പക്ഷം അനുസരിച്ച് എന്ത് സഹസ്രാര കുംഭൾ മുതലായ അസ്ത്രമന്ത്രങ്ങളെ കൊണ്ടും ചുറ്റി കാണുന്നുണ്ട്. അത് ഓരോ പക്ഷം അനുസരിച്ചാണ്. അപ്പോൾ അസ്ത്രമന്ത്രങ്ങളെയും കൊണ്ടും ചുറ്റുന്നതായ ഒരു കലശക്കുടം എന്തായിത്തീരുന്നു? ഭഗവതി തന്നെയായിത്തീരുന്നു. പിന്നീട് ആ പറയുന്ന പോലെ തന്നെ തീർത്ഥം സേവിച്ച് കഴിഞ്ഞ് 16 ഒരംശം സ്വീകരിച്ച് ബാക്കി മുഴുവനും എല്ലാവർക്കും വിതരണം ചെയ്യുമ്പോൾ അവിടെ എന്തായിത്തീരുന്നു? അത് കലശപൂജ അർത്ഥവത്തായിത്തീരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു.